കേസ് അപ്പം വീട്ടിൽ ചുമ്മാ ഇരിക്കുക. ഞാൻ വിളിച്ചൊന്ന് കറങ്ങാൻ പോകുന്ന കറങ്ങാനൊക്കെ ഒന്ന് പോകാനാണെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ ആ ഭാഗത്ത് അങ്ങോട്ടെല്ലാം പോയിട്ട് ഇപ്പം ഓക്കെ അതൊരിക്കും പോയി മനുഷ്യന്മാരൊന്നും അവിടെ ഇല്ല. ഓട്ടോമാറ്റിക്കലി തുറക്കും. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടല്ലോ. ആരുടെ ഇറങ്ങിയിട്ട് സംസാരിക്കാം. ഹലോ. ഫ്രാങ്കിൾ, നീ ഇവിടെ? ഞാൻ ജുറാസിക് പാർക്കിൽ നിൽക്കുക. ഒരു കാര്യം പറയാമെന്ന് വിളിച്ചേ. എന്താ? മറ്റേ ഇവിടെ നിൻ്റെ വീടിൻ്റെ അടുത്തൊരു റേസ് ട്രാക്ക് വന്നിട്ടുണ്ട്. റേസ് ട്രാക്ക് ഇപ്പോൾ ഡെവലപ്പ് ആവും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഏത് വണ്ടിയാണ് കിട്ടുന്നത്? ഒരു വണ്ടിയുടെ പേര് ഞാൻ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ലംബോർഗിനി ഉറൂസ്. ഗോൾഡൻ ലംബോർഗിനി ഉറൂസ് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ഥിരം എല്ലാത്തിനും ഈ ഉറൂസ് തന്നെയാണല്ലോ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലേ, എല്ലാ ഇതിനും ഉറൂസ് തന്നെയാണല്ലോ വയ്ക്കുന്നത്. അതെ, എനിക്കെങ്ങനെ അറിയാം? ഇവിടെ ഗവൺമെൻറ് അടുത്ത് ചോദിക്കും. ഇപ്പം തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയാൽ കിട്ടും, സെക്കൻഡിലൊന്നും കിട്ടത്തില്ല. ഫസ്റ്റ് തന്നെ കറക്റ്റ് എത്തിയാൽ നിനക്ക് സമ്മാനം കിട്ടും. പാർട്ടിസിപ്പേറ്റ് ചെയ്തോക്ക്. പക്ഷെ എന്തായാലും വണ്ടിയൊന്നും ഇല്ലല്ലോ അവിടെ. അത് കുഴപ്പമില്ല. നിൻ്റെ ഈ വണ്ടി തന്നെ യൂസ് ചെയ്യും. ഡിഫൻഡറിൻ്റെ ചിലപ്പോൾ കുറച്ച് സ്റ്റൺസൊക്കെ ഉണ്ട്. അല്ല, അതിൽ ഞാൻ ഇത് കൊണ്ടുപോകും. അതൊന്നും കുഴപ്പമില്ല. പുതിയ വണ്ടി കിട്ടിയാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ? നീ അല്ലെങ്കിൽ ഒരു വണ്ടിയാലും ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് കംപ്ലൈൻറ്റ് ആവാറായി. വാങ്ങിച്ചിട്ട് തന്നെ കുറച്ച് വർഷമായില്ലേ. അതും ശരിയാ. എന്നാൽ ഞാൻ പിന്നെ പോവാം. ഓക്കെ. കേസ് ഇപ്പോൾ എന്തോ റേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് പോകാം. പക്ഷേ എൻ്റെ വണ്ടി ഓൾമോസ്റ്റ് അവിടെ എന്തോ സ്റ്റൺസൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങോട്ട് പോയുള്ള പ്രശ്നം എന്താ പറയുക, അല്ല റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ സ്റ്റൺസൊക്കെ ഉണ്ട്. കുറേ ഹമ്പിൽ വല്ല വണ്ടി അറിയാം, പിന്നെ പണി പാടും. എല്ലാവരുടെയും സൂപ്പർ കാർസ് ആയിരിക്കും ഉള്ളത്. ഇത് സൂപ്പർ കാർസ് റേസ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വേറെ ആരും പോയി വിളിക്കണ്ടല്ലോ. ഫ്രാങ്കിളിനെ ഇത് ഗവൺമെൻറ്റിൽ നിന്നാണ് റേസുള്ള കാര്യം. ഒരു റേസ് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു. അറിഞ്ഞായിരുന്നു. ഓക്കെ. പിന്നെ ലംബോർഗിനി ഉറൂസ് മാത്രമല്ല അതിൽ കിട്ടുന്നത്. എന്താ പറയുക, കുറച്ച് നിറച്ചും ക്യാഷും പിന്നെ ഗോൾഡൊക്കെ കിട്ടും. ശരിക്കും അതന്നെ, ഗോൾഡൊക്കെ കിട്ടും. ഗോൾഡും പിന്നെ കുറച്ച് ക്യാഷും കിട്ടും. എന്നാ ഞാൻ വരുന്നത്. ഓക്കെ ഫ്രാങ്കിളിനെ, ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. ഗായ്സ്, ഇവിടെ ആയിട്ടുള്ള വന്നോണ്ടേ ഒന്നും കാണില്ലല്ലോ. ചിലപ്പോൾ തുടങ്ങുന്ന സമയത്തായിരിക്കും അവർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി പേര് കൊടുക്കാം. പേര് കൊടുത്തിട്ട് വരാം. ഓക്കെ, റേസ് ഇപ്പോൾ തുടങ്ങും. ഞാൻ മുന്നിൽ തന്നെ വന്ന് നിൽക്കാം. മൂവ് ചെയ്യാൻ തുടങ്ങി. പൊയ്ക്കോ. ഞാൻ ഏറ്റവും മുന്നില്ല. ഈ ഒരാളെ മുമ്പേക്ക് ഇതെല്ലാവർക്കും സൂപ്പർ കാസ്. ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ജയിച്ചാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അല്ല, ഇവിടുത്തെ
പരിസരത്ത് എത്താൻ സമ്മതിക്കായിരുന്നു. ഓക്കെ, ഈ റേസ് ഞാൻ ജയിക്കുന്ന ഗൈസ്, ഞാൻ ജയിക്കും. യെസ്, ഐ എം അബൌട്ട് ടു വിൻ. ഓക്കെ, പോട്ടെ പോട്ടെ. ഓക്കെ, ജയിക്കണേ. ഇവിടെ ഫിനിഷ് ലൈൻ. ഓക്കെ, യെസ്, റേസ് കംപ്ലീറ്റ് ആയി ഗൈസ്, റേസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സക്സസ്, മിഷൻ സക്സസ്. ഇനി എൻ്റെ പ്രൈസ് ഞാൻ മേടിക്കട്ടെ ഗൈസ്. ഇതാണ് എൻ്റെ ലംബോർഗിനി ഉറൂസ്. സാധനം കിട്ടി. എൻ്റെ മറ്റേ വണ്ടി അവിടെ കിടപ്പുണ്ട്, അത് അവർ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓഫറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ വണ്ടി കിട്ടി. ഓക്കെ, ഈ നേരെ ഗ്യാരേജിൽ കൊണ്ട് വാക്കിയാണ് എൻ്റെ പുതിയ ഉറൂസ്. ഇതിൻ്റെ കാശും കിട്ടും, ഗോൾഡും കിട്ടി, നർസും കാശും കിട്ടി ഇതുകൂടാതെ. ഓക്കെ, ഇറങ്ങാം. ഓക്കെ, അകത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ്, എത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഫൈനലി ഞാൻ റേസ് ജയിച്ചു ഗൈസ്. അപ്പം ഗുഡ് ബൈ. എൻ്റെ ഒരു മിഷനായി ഞാൻ വീഡിയോ ഇടും. പാത്രേ ഉള്ളൂ ഗൈസ്.